ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ മോഞ്ചിയ എന്ന ഹിന്ദി മൂവിയാണ്. ഇതൊരു അടിപൊളി ഹൊറർ മൂവിയാണ്. ഈ ഒരു മൂവിന്റെ കഥ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഗോട്ടിയ എന്ന് പറയുന്ന ബ്രാഹ്മണ കുടുംബത്തിലുള്ള ഒരു ആൺകുട്ടീനെ കാണിക്കുന്നു. ഇപ്പൊ അവനെ അവന്റെ അമ്മ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തൊട്ട അയൽവക്കത്തെ വീട്ടിലെ ഇവനേക്കാൾ 7 വയസ്സ് മൂത്ത മുന്നി എന്ന് പറയുന്ന പെൺകുട്ടീനെ ഇവൻ വൺ സൈഡ് ആയിട്ട് പ്രണയിക്കുവാണ്. മുന്നി എന്ന് പറയുന്ന ആ പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ചു എന്നും പറഞ്ഞ് ആ കല്യാണം മുടക്കാൻ വേണ്ടി ആ കല്യാണം ആലോചിച്ച ചെക്കനെ ഇവൻ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ ഇപ്പൊ ഈ കാര്യം അറിഞ്ഞിട്ടാണ് അവന്റെ അമ്മ വീട്ടിലിട്ട് അവനെ ഒരുപാട് തല്ലിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവളുടെ കല്യാണം കഴിഞ്ഞെങ്കിലും അവളെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം അവൻ വീട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്റെ അനിയത്തി ഗീതേനെയും കൂട്ടിക്കൊണ്ട് അവിടെ അടുത്തുള്ള ഒരു കടൽ തീരത്തേക്ക് പോവാണ്. ചേട്ടുകവാടി എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്. ആരും പോവാൻ പേടിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ ഇപ്പൊ ചേട്ടൻ തന്നെയും കൂട്ടിക്കൊണ്ട് അവിടേക്കാ പോവാൻ തുടങ്ങുന്നതെന്ന് മനസ്സിലാവുന്ന സമയത്ത് ഗീത അവനെ പിന്തിരിപ്പിക്കുന്നുണ്ട് അതിന്ന്. എന്നാൽ അവനതൊന്നും കേൾക്കാതെ ഗീതനെയും കൂട്ടിക്കൊണ്ട് ചേട്ടുകവാടി എന്ന് പറയുന്ന ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെയുള്ള ഒരു വലിയ മരത്തിന്റെ ചോട്ടിലിരുന്ന് അവൻ എന്തൊക്കെയോ പൂജകൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് കാണുന്ന ഗീത ചേട്ടൻ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയുകയാണ്, എനിക്ക് മുന്നിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം, അതിന് ഞാനൊരു കൂടോത്രം ചെയ്യുവാണെന്ന്. അങ്ങനെ അവൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട ഗീത, ചേട്ടൻ ഇതൊന്നും ചെയ്യണ്ട, ഇതൊക്കെ ആപത്താണെന്ന് പറയുന്നു. ഒരാപത്തുമില്ല, എനിക്കിതൊക്കെ നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞ് അവനങ്ങനെ ആ കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ തുടങ്ങുവാണ്. ശരിക്കും ഗീതനെയും കൂട്ടിക്കൊണ്ട് അവനിവിടേക്ക് വരാൻ മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഈ കുടവത്രം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇവൻ ആഗ്രഹിച്ച കാര്യം നടക്കണമെങ്കിൽ ഒരു നരബലി കൊടുക്കണം. സോ അവൻ ആഗ്രഹിച്ച കാര്യം നടക്കാൻ വേണ്ടി തന്റെ അനിയത്തിയാണെന്ന് പോലും നോക്കാതെ ഗീതേനെ ബലി കൊടുക്കാൻ വേണ്ടിയാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ആ കുടവത്രത്തിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഗീതന്റെ കഴുത്ത് മുറിക്കാൻ ശ്രമിക്കുവാണ് അവൻ. എന്നാൽ ഗീത എങ്ങനെ അവനെ തട്ടിമാറ്റി അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. ഈ സമയം അവളെ പിടിക്കാൻ വേണ്ടി അവൻ പുറകെ ഓടുമ്പോൾ കാല് തട്ടി അവൻ അവിടെയുള്ള മരത്തിന്റെ വേരിലേക്ക് വീഴുന്നു. അങ്ങനെ അവന്റെ തലയിടിച്ച് തല പൊട്ടി രക്തം വരുന്നു. ഇതേ സമയം അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ഗീതയാണെങ്കിൽ നേരെ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് വരുന്നു. അപ്പോഴേക്കും തല പൊട്ടി ഒരുപാട് രക്തം വാർന്ന ഗോട്ടിയാണെങ്കിൽ വല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അതായത് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ എനിക്ക് മുന്നിനെ വേണമെന്നും പറഞ്ഞ് വീട്ടുകാരുടെ മുമ്പിൽ കിടന്ന് തന്നെ മരിക്കുന്നു. അങ്ങനെ മരിച്ചുപോയ ഗോട്ടിയന്റെ ബോഡി അവരാ കടലെടുത്ത് അടക്കം ചെയ്യുവാണ്. എന്നാൽ ഈ സമയം കുറെ ബ്രാഹ്മണര് പറയുന്നുണ്ട്, തല മുണ്ടനം ചെയ്തിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു ബ്രാഹ്മണ പയ്യൻ മരിച്ച അങ്ങനെയുള്ളവര് ബ്രഹ്മരാക്ഷസന്മാരായി മാറും. അങ്ങനെയാണ് അവരുടെ പുരാണങ്ങളിൽ പറയുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ ആപത്താവും. അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ട മന്ത്രങ്ങളെല്ലാം ചെയ്ത് ഗോട്ടിയന്റെ ആത്മാവിനെ അവൻ ആ പൂജ ചെയ്ത മരത്തിൽ തന്നെ തളയ്ക്കുന്നു. അതുപോലെ അവന്റെ അസ്ഥി ആ മരത്തിന്റെ ചോട്ടിൽ തന്നെ കുഴിച്ചു വിടുന്നു. അങ്ങനെ ആ സീനോടെ കട്ടാവുന്നു. വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ നമ്മുടെ മൂവിലെ നായകനായ ബിട്ടുവിനെ കാണിക്കുവാണ്. ഒരു പാവം പയ്യനാണ് നമ്മുടെ നായകൻ. പമ്മി എന്ന് പറയുന്ന അവന്റെ അമ്മ സിറ്റിയിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. അവിടെയാണ് ഇപ്പൊ അവനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മുടെ നായകന്റെ മൈൻഡിലേക്ക് ഗോട്ടിയനെ ബന്ധിച്ച ആ മരത്തിന്റെ വിഷ്വൽസും അന്നത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മിന്നി മറയുന്നുണ്ട്. അതിനെന്തോ ഒരു കാരണമുണ്ട്, അത് നമുക്ക് വഴിയെ നോക്കാം. എന്തുകൊണ്ടാണ് തന്റെ മൈൻഡിലേക്ക് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരുന്നതെന്നുള്ള കാര്യം നായകനും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇപ്പൊ നായകന്റെ അമ്മേന്റെയും കൂടെ നായകന്റെ മുത്തശ്ശിയുണ്ട്. അവന്റെ മുത്തശ്ശി അവൻ എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ നായകന്റെ അച്ഛൻ നായകന്റെ ചെറുപ്പകാലത്തിൽ തന്നെ മരിച്ചതാണ്. എന്നാൽ അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്നോ അച്ഛൻ എന്താ പറ്റിയതെന്നോ നായകനോട് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നായകൻ അധികം ഫ്രണ്ട് സർക്കിൾ ഒന്നും ഇല്ലായിരുന്നു. ഉള്ളത് രണ്ട് ഫ്രണ്ട്സ്. ഒന്ന് ബേല എന്ന് പറയുന്ന നമ്മുടെ നായിക, പിന്നെയുള്ളത് ദിൽജിത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനും. ബേല എന്ന് പറയുന്ന നായികനെ നായകൻ കുറെ നാളായിട്ട് വൺ സൈഡ് ആയിട്ട് പ്രണയിക്കുകയാണ്. എന്നാൽ ഇതുവരെ അവളോട് അത് തുറന്നു പറഞ്ഞിട്ടില്ല. ലണ്ടനിലൊക്കെ പഠിച്ച് തിരിച്ചു വന്ന കുട്ടിയാണ് ബേല. അതുകൊണ്ട് തന്നെ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. കൂബ എന്നാണ് ആ വ്യക്തിയുടെ പേര്. നായികയാണെങ്കിൽ ഇപ്പൊ ഒരു സൂംബ ക്ലാസ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂബയും നായികയും തമ്മിൽ ഏകദേശം സെറ്റ് ആണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നായകൻ അറിയാം. എന്നാൽ എങ്ങനെയെങ്കിലും നായകനെ അതിൽ നിന്നൊന്ന് പിന്തിരിപ്പിച്ച് തന്റേതാക്കണം എന്ന് അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് ഗതികേട് എന്നുള്ള രീതിയിൽ കൂബ അവളെ വലിയ രീതിയിൽ പ്രപ്പോസ് ചെയ്യുന്നു. അങ്ങനെ അവര് തമ്മിൽ ഫുൾ സെറ്റ് ആവുകയാണ്. ഇത് നമ്മുടെ നായകനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകന്റെ അങ്കിളിന്റെ മകൾ രുക്കു നായകനെ വീഡിയോ കോൾ ചെയ്യുന്നു. അവരുടെ ഗ്രാമത്തിൽ വെച്ച് അവളുടെ എൻഗേജ്മെന്റ് സെറിമണി നടക്കാൻ പോവുകയാണ്. അതിലേക്ക് നായകനെയും കുടുംബത്തിനെ ക്ഷണിക്കാൻ വേണ്ടിയാണ് അവളിപ്പോ വിളിച്ചിരിക്കുന്നത്. യുക്കുവിന്റെ ഫാമിലി ആയിട്ട് ഇവരുടെ ഫാമിലി അത്ര ചേർച്ചയിലല്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനൊന്നും അവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാലും രുക്കുവിനോട് അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവള് വിളിച്ചതല്ലേ, പോവാതിരിക്കുന്നത് മോശമല്ലേ എന്നുള്ള രീതിയിൽ അവരെ ആലോചിച്ച് അവരങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇപ്പൊ ആ ഗ്രാമത്തിലേക്ക് വന്ന് ബസ് ഇറങ്ങുന്ന സമയത്ത് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി രുക്കു വരുന്നുണ്ട്. നായകന്റെ മുത്തശ്ശിക്ക് 2 മക്കളായിരുന്നു. മൂത്ത ആള് മരിച്ചുപോയി. പുള്ളിയുടെ മോനാണ് നായകൻ. രണ്ടാമത്തെ ആളാണ് ബാലു. അയാളുടെ മകളാണ് രുക്കു. എന്ന ഈ ബാലു അങ്കിളിന് ചേട്ടന്റെ മകനായ നായകനോടോ അവന്റെ കുടുംബത്തിനോടോ ഒന്നോട്ടും കാര്യമില്ല. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാക്കി അടുത്ത സീനിൽ രുക്കു നായകനും കൂടി അവിടെയുള്ള കടൽ തീരത്തേക്ക് പോവാണ്. അവിടെ അടുത്തായിരുന്നു ചേട്ടുകവാടി എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ആ സ്ഥലം കാണുമ്പോൾ തന്നെ നായകന്റെ മൈൻഡിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ആ വിഷ്വൽസ് എല്ലാം അങ്ങനെ വരുവാണ്. ചേട്ടുകവാടി എന്ന് പറയുന്ന സ്ഥലം ഇവരുടെ കുടുംബ സ്വത്തായിരുന്നു. അത് വിൽക്കാനുള്ള ഏർപ്പാടല്ല ബാലു അങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ അറിയുന്ന സമയത്ത് നായകന്റെ മുത്തശ്ശി അതിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുവാണ്. ശാപം കിട്ടിയ സ്ഥലമാണത്, അതൊരിക്കലും വിൽക്കരുതെന്നൊക്കെയാണ് മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലം വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. സോ അത് വിൽക്കുന്നതുകൊണ്ട് അപ്പൊ എന്ത് പ്രശ്നം ഉള്ളതെന്നൊക്കെയാണ് ഈ സമയം ബാലു അങ്കിൾ ചോദിക്കുന്നത്. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് വിൽക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ മുത്തശ്ശി തറപ്പിച്ച് പറയുന്ന സമയം നിങ്ങളെ മരിച്ചുപോയ മൂത്ത മകനായിരുന്നു ഇത് ചോദിച്ചെങ്കിൽ നിങ്ങൾ സമ്മതിച്ചേനെന്ന് എനിക്ക് അറിയായിരുന്നു
എന്ന് ബാലുവങ്ങൾ പറയുവാണ്. ഈ സമയം ഇതും കേട്ടോണ്ടാണ് അവിടേക്ക് നമ്മുടെ നായകൻ വരുന്നത്. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ട നായകൻ, നിങ്ങൾ ഏത് സ്ഥലത്തിനെ പറ്റി പറയുന്നത്, എന്ത് ശാപം അവിടെ ഉള്ളതെന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ടതും ബാലുവങ്ങൾ പറയുവാണ്, ചേറ്റുകവാടി എന്ന് പറയുന്ന സ്ഥലത്തിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ആ മരം മുറിച്ച് ആ സ്ഥലം വിൽക്കാൻ വേണ്ടി നിന്റെ അച്ഛൻ ഒന്ന് ഒരുങ്ങിയതാണ്. അങ്ങനെ ആ മരം മുറിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിന്റെ അച്ഛൻ മരിച്ചത്. അതിനുശേഷം നിന്റെ മുത്തശ്ശി ആ സ്ഥലത്തിന് എന്തോ ശാപം ഉണ്ടെന്നും പറഞ്ഞ് അത് വിൽക്കാതെ വെച്ചിരിക്കുവായിരുന്നു. ഇപ്പൊ ഞാൻ അതിന് ശ്രമിക്കുന്ന സമയത്ത് എന്നെ തടയുവാണ്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അയാൾ പറയുന്ന സമയം അവന്റെ അച്ഛൻ അങ്ങനെ മരിച്ചെന്നുള്ള കാര്യം നായകൻ മനസ്സിലാക്കി. അങ്ങനെ ആ സങ്കടത്തിന്റെ പുറത്ത് നായകൻ സ്കൂട്ടർ എടുത്ത് നേരെ അങ്ങോട്ട് പോവുകയാണ്. ഒന്നും പറയാതെയാണ് നായകൻ വണ്ടി എടുത്ത് അങ്ങനെ പോയത്. അങ്ങനെ നായകൻ ചേറ്റുകവാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. ബാലുവങ്ങൾ പറഞ്ഞ ആ മരത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ മരത്തിലാണ് ഗോട്ടിയന്റെ ആത്മാവ് ഉള്ളത്. അന്ന് അവര് പറഞ്ഞ പോലെ അവര് ബ്രഹ്മരാക്ഷസനായി മാറിയിട്ടുണ്ടായിരുന്നു. ആ ബ്രഹ്മരാക്ഷസനെ മൗഞ്ചി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെ ബിട്ടു അവിടേക്ക് എത്തിയ സമയം തന്നെ മൗഞ്ചി വന്ന് അവനെ ആക്രമിക്കുവാണ്. ഇതേ സമയം നായകൻ അന്വേഷിച്ചിറങ്ങി അവന്റെ വീട്ടുകാരെ കാണിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി അവൻ ചേട്ടുകവാടിയിലേക്കാണ് പോയതെന്ന്. അവൻ തീർച്ചയായിട്ടും ആ മരത്തിന്റെ അടുത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ അവിടെ പോയി അവനെ അന്വേഷിക്കാൻ ഇവർക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് മടിച്ചു നിൽക്കുന്ന സമയം അവന്റെ മുത്തശ്ശിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു പഴയ പെട്ടി തുറന്ന് അതിനകത്തുനിന്ന് ഒരു വടിയെടുത്ത് നേരെ ആ സ്ഥലത്തേക്ക് ധൈര്യപൂർവ്വം പോവുകയാണ്. ശരിക്കും നായകന്റെയും മുത്തശ്ശിന്റെ പേര് ഗീത എന്നാണ്. അതേ മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഗോട്ടിയ നരബലി കൊടുക്കാൻ വേണ്ടി അയാളുടെ അനിയത്തിനെയും കൊണ്ടായിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നത്. ആ അനിയത്തിയായ ഗീതയാണ് ഈ മുത്തശ്ശി. സോ പറഞ്ഞു വരുന്നത് ഈ മുത്തശ്ശിന്റെ ചേട്ടനാണ് ഗോട്ടിയ എന്ന് പറയുന്ന മൗഞ്ചിയ. അങ്ങനെ ഇപ്പൊ ആ മരത്തിനടുത്തേക്ക് എത്തിയ ഗീത എന്ന് പറയുന്ന മുത്തശ്ശി ആ മരത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ ചേട്ടന്റെ ആത്മാവിനെ കാണുന്നു. തന്റെ കൊച്ചുമകനായ ബിട്ടു ഇപ്പൊ മൗഞ്ചിയന്റെ വലയത്തിലാണെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി അവനെ അതിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടി താൻ കൊണ്ടുവന്ന വടി വെച്ച് മൗഞ്ചിയനെ ഒരുപാട് തല്ലുന്നു. അങ്ങനെ നമ്മുടെ നായകനെ മൗഞ്ചിയന്റെ കയ്യിൽ നിന്ന് മുത്തശ്ശി രക്ഷപ്പെടുത്തുവാണ്. അതിനുശേഷം നായകനെ കൂട്ടിക്കൊണ്ട് മുത്തശ്ശി അവിടുന്ന് പോകാൻ തുടങ്ങുന്ന സമയം മൗഞ്ചി നായകന്റെ പുറത്ത് കൈവെക്കുവാണ്. ഈ സമയത്ത് മുത്തശ്ശി കയ്യിലിരിക്കുന്ന ആ വടി വെച്ച് നായകന്റെ പുറത്ത് വെച്ച മൗഞ്ചിയുടെ കയ്യിലേക്ക് അടിക്കുന്നു. അപ്പം മൗഞ്ചി കൈ വലിക്കുന്നു. അതിനുശേഷം ബിട്ടുവിനെയും കൊണ്ട് മുത്തശ്ശി എങ്ങനെയോ അവിടെ വിട്ട് രക്ഷപ്പെടുന്നു. എന്നിട്ട് മുത്തശ്ശി നായകനോട് പറയുകയാണ് അവന്റെ ആത്മാവിനെ അവിടെ തളച്ചിരിക്കുവാണ്. അവൻ ആ മരം വിട്ട് പുറത്തേക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ട് ഇനി പേടിക്കേണ്ടാന്ന്. ഈ സമയം നായകൻ പറയാണ് ഈ സ്ഥലവും ഈ കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് എന്റെ മൈൻഡിലേക്ക് വരാറുണ്ടായിരുന്നുവെന്ന്. നിന്റെ അച്ഛന്റെ മനസ്സിൽ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ടായിരുന്നു. നിന്റെ അച്ഛനെ എനിക്ക് നഷ്ടമായി, നിനക്കൊരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെയെല്ലാം മുത്തശ്ശി പറയുന്ന അതേ സമയം തന്നെ നായകനാണെങ്കിൽ നല്ല പുറം വേദന എടുക്കാൻ തുടങ്ങുവാണ്. സംഭവം നോക്കിയിട്ടുണ്ടെങ്കിൽ നേരത്തെ നായകന്റെ പുറത്ത് മൗഞ്ചി കൈ പതിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ, ആ സ്ഥലമാണെങ്കിൽ ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങുവാണ്. സംഭവം നോക്കിയിട്ടുണ്ടെങ്കിൽ നായകനിലൂടെ മൗഞ്ചി പുറത്ത് വന്നിരിക്കുവാണ്. അങ്ങനെ ഇപ്പൊ ഇത് മനസ്സിലാക്കിയ നായകന്റെ മുത്തശ്ശി ആ വടി വെച്ച് മൗഞ്ചിനെ തല്ലാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ നായകന്റെ ശരീരത്തിൽ നിന്ന് മൗഞ്ചി പുറത്തേക്ക് വന്ന് മുത്തശ്ശിനെ അവിടെ വെച്ച് കൊന്നു കളയുന്നു. ഇത് പെട്ടെന്നുള്ള ഒരു ആക്രമണം ആയതുകൊണ്ട് നായകനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷം മൗഞ്ചി ആണെങ്കിൽ നായകന് നേരെ ചാടുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ സീനൊക്കെ അടുത്ത സീനില് ആശുപത്രി കിടക്കയിൽ കണ്ണു തുറക്കുന്ന നായകനെ കാണിക്കുന്നു. ബോധം വന്ന ഉടനെ മുത്തശ്ശിനെ പറ്റിയാണ് നായകൻ ചോദിക്കുന്നത്. എന്നാൽ മുത്തശ്ശി മരിച്ചു പോയായിരുന്നല്ലോ. അങ്ങനെ വീട്ടുകാരെല്ലാം സങ്കടത്തോടുകൂടി ആ കാര്യങ്ങൾ പറയുന്ന സമയം നായകനും ആകെ ഡൗൺ ആവുന്നു. അടുത്ത സീനിലെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുന്നതായിട്ട് കാണിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് നായകനും കുടുംബവും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ബസ്സിൽ അങ്ങനെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായകനാണെങ്കിൽ മുത്തശ്ശിനോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങളെല്ലാം അങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ അവൻ ഒരുപാട് സങ്കടപ്പെടുന്നു. എന്നാൽ ഇതേ സമയം നായകൻ ബസ്സിൽ മറ്റൊരു കാഴ്ച കാണുവാണ്. നായകൻ പോകുന്ന ഈ ബസ്സിൽ അവന്റെ കൂടെ മൗഞ്ച എന്ന് പറയുന്ന ആ രാക്ഷസനും ഉണ്ടായിരുന്നു. ഈ രാക്ഷസനെ നായകന് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ മൗഞ്ചയും കൂടെ വരുന്നത് അറിഞ്ഞിട്ട് നായകനാകെ ഷോക്കാവുന്നു. ആ രാക്ഷസന് മുന്നേ കല്യാണം കഴിക്കണം എന്നായിരുന്നല്ലോ ആഗ്രഹം. ഇപ്പോഴും ആഗ്രഹം രാക്ഷസന് മാറിയിട്ടില്ല. സോ അത് സാധിക്കാൻ വേണ്ടിയാണ് നായകന്റെ കൂടെ മൗഞ്ചിയെ നാട് വിട്ടു പോരുന്നത്. മുന്നേ നീ എനിക്ക് കണ്ടുപിടിച്ച് തരണമെന്ന് മൗഞ്ചി ആണെങ്കിൽ അവനോട് പറയുന്നുണ്ട്. പാവം നമ്മുടെ നായകനാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മുത്തശ്ശിനെ നഷ്ടമായ വിഷമത്തിൽ വീട്ടിലേക്ക് എത്തി അവനാണെങ്കിൽ ഒരു സമാധാനവും കിട്ടിയിട്ടില്ല. അതിന്റെ കൂടി ഈ രാക്ഷസന്റെ ടോർച്ചറിങ്ങും. മുന്നേ കണ്ടുപിടിച്ച് കൊടുക്കാതെ ആ രാക്ഷസൻ എന്തായാലും അവനെ വിടുമെന്ന് തോന്നുന്നില്ല. ഈ കാര്യം മനസ്സിലാക്കി നമ്മുടെ നായകനാണെങ്കിൽ എങ്ങനെ അവരെ കണ്ടെത്തുന്നൊക്കെ ആലോചിക്കുവാണ്. എത്രയും വേഗം താൻ ആഗ്രഹിക്കുന്ന മുന്നേ തനിക്ക് കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ നിന്റെ മുത്തശ്ശിനെ കൊന്നോലെ നിന്റെ അമ്മേനെ കൊല്ലുമെന്നും പറഞ്ഞ് രാക്ഷസനാണെങ്കിൽ ഈ സമയം നായകനെ വരട്ടാൻ തുടങ്ങുന്നു. നായകൻ അവന്റെ അമ്മേനെയും കൂടി നഷ്ടമായ അവനത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നായകൻ രണ്ടും കൽപ്പിച്ച് അവരെ അന്വേഷിച്ചിറങ്ങുന്നു. അങ്ങനെ പിന്നീട് അടുപ്പിച്ചുള്ള കുറച്ച് ദിവസങ്ങളിൽ നായകനാണെങ്കിലും മറ്റുള്ള ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് ഈ ഒരു ഒറ്റ ലക്ഷ്യമായിട്ട് അങ്ങനെ നടക്കുവാണ്. ഒരു ഘട്ടത്തില് ഇവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ദിൽജിത്ത് അറിയുന്നു. അങ്ങനെ ദിൽജിത്ത് നായകനോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നായകൻ അവന്റെ ഈ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയുന്നു. അങ്ങനെ നായകൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ആദ്യം ദിൽജിത്ത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ മൗജ എന്ന് പറയുന്ന രാക്ഷസൻ അവരുടെ മുമ്പിലേക്ക് വരുവാണ്. ഇപ്പൊ ശരിക്കും കാര്യങ്ങളുടെ സീരിയസ്നെസ് ദിൽജിത്തിന് മനസ്സിലായി. മുന്നി എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടുപിടിച്ച രാക്ഷസന് കൊടുത്താൽ മാത്രമേ അവൻ നിന്നെ വെറുതെ വിടുള്ളൂ. ഇതല്ലാതെ ഇതിൽ മറ്റൊരു പോകാൻ വഴിയില്ല. നീ സങ്കടപ്പെടണ്ട, നിന്റെ കൂടെ ഞാനും ഉണ്ട്. നമുക്ക് രണ്ടുപേർ കൂടി മുന്നി എന്ന് പറയുന്ന സ്ത്രീ എത്ര വേഗം കണ്ടെത്താന്ന് ഈ സമയം ദിൽജിത്ത് നായകനവർക്ക് കൊടുക്കുവാണ്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി അവരുടെ അന്വേഷണങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുവാണ്. മൗന്റിയുടെ നാട്ടിൽ തന്നെയായിരുന്നല്ലോ മുന്നി എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടായിരുന്നത്. ആ നാട്ടിലാണ് ഇപ്പൊ റുക്കു ഒക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റുക്കുവിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ അന്വേഷണത്തിൽ ഹെൽപ്പ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച് റുക്കുവിന് വീഡിയോ കോൾ ചെയ്ത് നായകൻ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. എന്നിട്ട് മുന്നി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ ഗ്രാമത്തിൽ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കാനും അവളോട് ആവശ്യപ്പെടുവാണ് നായകൻ. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ റുക്കു ആണെങ്കിൽ അതിനുശേഷം അവരുടെ ആ അന്വേഷണത്തിൽ പങ്കുചേരുന്നു. അങ്ങനെ മുന്നി എന്ന് പറയുന്ന സ്ത്രീ അവിടെ താമസിച്ചിരുന്നു എന്നുള്ള കാര്യം അവൾ കണ്ടെത്തുന്നു. എന്നാൽ ഇപ്പൊ അവർ ആ ഗ്രാമത്തിലില്ല. അവരവിടെ നിന്ന് എവിടെയൊക്കെ ഷിഫ്റ്റ് ചെയ്തു പോയി. മുന്നിന്റെ റിലേറ്റീവ്സിനോടൊക്കെ ചോദിച്ച് അവരൊരു പഴയ ഫോട്ടോ എല്ലാം റുക്കു കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് നായകന് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു. മുന്നിന്റെ പഴയ ഒരു ഫോട്ടോ ആയിരുന്നു അത്. ആ ഫോട്ടോ കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നായകനാകെ ഞെട്ടുന്നു. മുന്നി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് നമ്മുടെ നായികയായ ബേലേന്റെ അതേ
മുഖച്ഛായയായിരുന്നു. പറഞ്ഞു വരുന്നത് ബേലേന്റെ മുത്തശ്ശിയായിരുന്നു ഈ മുന്നി. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കണക്ട് ആയ നമ്മുടെ നായകൻ അടുത്ത സീനില് നേരെ ബേലേന്റെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് ബേലേന്റെ മുത്തശ്ശിയായ മുന്നി എന്ന് പറയുന്ന ആ സ്ത്രീയെ കാണുവാണ്. വർഷം ഒരുപാട് കഴിഞ്ഞില്ലേ, അവരിപ്പോ മുത്തശ്ശിയായിട്ടുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ അവരിപ്പോ വീൽ ചെയറിലാണ്. ഇത്രയും പ്രായമുള്ള ഈ സ്ത്രീനെ ഈ രാക്ഷസനെ സ്വീകരിക്കുമെന്ന് ഈ സമയം നായകൻ ആലോചിക്കുന്നുണ്ട്. എന്തായാലും രാക്ഷസൻ നായകനോട് പറഞ്ഞ പണി നായകൻ ചെയ്തു കഴിഞ്ഞു. അതായത് മുന്നി എന്ന് പറയുന്ന സ്ത്രീനെ കണ്ടെത്താൻ പറഞ്ഞു, കണ്ടെത്തി. ഇനി ബാക്കിയൊക്കെ രാക്ഷസന്റെ കയ്യിലാണ്. ഇങ്ങനെ ഒരു ചിന്തയില് നായകൻ അവന്റെ ഫ്രണ്ടിനെയും കൂട്ടി അവിടുന്ന് അങ്ങനെ തിരിച്ചു പോകുന്ന സമയം മൗഞ്ചി അവരെ തടഞ്ഞിട്ട് അവരോട് പറയുവാണ്, എനിക്കിനി അവളെ സ്വന്തമാക്കണം. അതിന് ചേറ്റുകവാടിയിലേക്ക് നിങ്ങൾ അവളെ കൊണ്ടുവരണം. അവിടെ വെച്ച് ഞാൻ അവളെ ബലി കൊടുക്കും. അപ്പോൾ അവളുടെ ആത്മാവ് സ്വതന്ത്രയാവും. അങ്ങനെ രണ്ടുപേരെ ആത്മാക്കളും നിൽക്കും. ഇത് കേൾക്കുന്ന നായകൻ പറയാണ്, അവരെ കണ്ടെത്തി തരാൻ നീ പറഞ്ഞു, ഞങ്ങൾ കണ്ടെത്തി തന്നു. കൊല്ലാൻ വേണ്ടി അവരെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. ഇത് കേൾക്കുന്ന സമയത്ത് മൗഞ്ചി ദേഷ്യത്തോടു കൂടി പറയുവാണ്, ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിന്റെ അമ്മേനെ ഞാൻ കൊല്ലുമെന്ന്. അങ്ങനെ ആ ഭീഷണിന്റെ പുറത്ത് നായകൻ ഏറ്റവും അവസാനം അതിന് സമ്മതിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ രാക്ഷസൻ മറ്റൊരു ട്വിസ്റ്റും കൂടി പറയുവാണ്. കിളവിയായ മുന്നിനെ ഇനി അവന് വേണ്ട. മുന്നിന്റെ അതേ മുഖച്ഛായുള്ള ബേലേനെ മതി ഇനി അവന്. ചേറ്റുകവാടിയിലേക്ക് അവളെ കൊണ്ടുവരണമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഈ കാര്യം മനസ്സിലാക്കിയതും ദിൽജിത്തും നായകനും ആകഞ്ഞിട്ട് ധരിക്കുന്നു. നായകൻ വൺസൈഡായിട്ട് ബേലേനെ പ്രണയിക്കുന്നുണ്ടായിരുന്നല്ലോ. സോ അവൾക്ക് ആപത്ത് വരുന്നതൊന്നും ചെയ്യാൻ നായകനെ കൊണ്ട് കഴിയില്ല. എന്ന രാക്ഷസനെ എതിർക്കാൻ പോയ നായകൻ അമ്മേന്റെ ജീവന് നഷ്ടമാവും. അങ്ങനെ പാവം നമ്മുടെ നായകൻ ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൽവിസ് എന്ന് പറഞ്ഞൊരു വ്യക്തിനെ പറ്റി ഇവരറിയുന്നത്. അദ്ദേഹം ഒരു ഗോസ്റ്റ് ഹണ്ടർ ആയിരുന്നു. മഹാ അഭ്യാസിയാണ് അയാളെന്ന് മനസ്സിലാക്കുന്ന അവര് അയാളെ പോയി കാണുന്നു. എന്നിട്ട് മൗഞ്ചിന്റെ ആ ഡീറ്റെയിൽസ് മുഴുവൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കുവാണ്. എൽവിസ് ഇതുപോലത്തെ 4 പ്രശ്നങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഇതിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് എൽവിസ് ഈ സമയത്ത് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു. ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആൺകുട്ടികളുടെ തല മുണ്ടനം ചെയ്യും. മുണ്ടനം ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ അവരെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് ബ്രഹ്മരാക്ഷസനായി പുറത്തു വരും. ആ രാക്ഷസന്മാരുടെ രക്തബന്ധത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ അവരെ കാണാൻ കഴിയുള്ളൂ. തങ്ങളുടെ ജീവിതത്തിൽ സാധിക്കാതെ പോയെന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഇതുവരെയുള്ള ബ്രഹ്മരാക്ഷസന്മാരുടെ ലക്ഷ്യം. ഇപ്പൊ മൗഞ്ചി വന്നിരിക്കുന്നതും ഇതുവരെയുള്ള കാര്യത്തിന് വേണ്ടിയാണല്ലോ. ആ മൗഞ്ചിന്റെ രക്തബന്ധത്തിലുള്ള ആളാണല്ലോ നായകൻ. അതുകൊണ്ടാണ് നായകൻ ആ മൗഞ്ചിനെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളെല്ലാം അയാൾ പറഞ്ഞു കൊടുത്തിട്ട് നായകനോട് അയാൾ പറയുവാണ്, ഈ രാക്ഷസന്റെ പിടിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ രാക്ഷസനെ കൊന്നേ തീരും. ഇത് കേട്ട നായകൻ അതിനെന്താ വഴിയുള്ളേന്ന് ചോദിക്കുന്നു. ഈ രാക്ഷസന്റെ ഉദ്ദേശം കല്യാണം കഴിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ചെയ്യണമെങ്കിൽ അയാൾക്കൊരു ഫിസിക്കൽ ഫോമിലേക്ക് മാറേണ്ടി വരും. സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ ഇതിലുള്ള രാക്ഷസന്മാര് ആടിന്റെ ശരീരത്തിലേക്കാണ് കയറാറ്. അതായത് ആ ചടങ്ങ് നടക്കുന്ന സമയം ആ രാക്ഷസന്റെ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും ചോര കൊണ്ട് ആടിന്റെ നെറ്റിയിൽ സെഡ് പോലെ ഒരു സിമ്പിൾ വരയ്ക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ രാക്ഷസന്റെ ആത്മാവ് ആ ആടിന്റെ ശരീരത്തിലേക്ക് കയറും. അതിനുശേഷം അയാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിനെ കല്യാണം കഴിച്ചതിന് ശേഷം ആ പെണ്ണിനെയും കൊന്ന് ആ ആടിന്റെ ശരീരം വിട്ടുപോവുകയാണ് ചെയ്യാറ്. എന്നാൽ ഇവിടെ ആ രാക്ഷസന്റെ കഥ കഴിക്കണമെങ്കിൽ അയാൾ ആടിന്റെ ശരീരത്തേക്ക് കയറുന്ന ആ സമയം മുതലാക്കണം. എപ്പോ അയാൾ ആടിന്റെ ശരീരത്തേക്ക് കയറുന്നോ ആ സമയം തന്നെ ആ ആടിനെ അങ്ങ് കൊന്നു കളഞ്ഞാൽ മതി. അതോടുകൂടി ആ രാക്ഷസനും ഇല്ലാതായിക്കോളും. പിന്നെ ഈ കാര്യത്തില് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം തന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന എൽവിസ് ഈ സമയം അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് അവർക്ക് ഒരു ധൈര്യം വരുവാണ്. ഇനി അവരുടെ മുമ്പിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാക്ഷസൻ പറഞ്ഞില്ല ആ സ്ഥലത്തേക്ക് എങ്ങനെയെങ്കിലും ബേലേനെ എത്തിക്കണം. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ബേലേനോട് പറയാനും പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ നായകനും അവന്റെ ഫ്രണ്ടും കൂടി ബേലേനെ പോയി കണ്ട് അവളുടെ സൂംബ അക്കാദമിക്ക് വേണ്ടി ഒരു ആർട്ട് ഷൂട്ട് ചെയ്യാന്നും പറഞ്ഞ് അതിന് പറ്റിയൊരു സ്ഥലം ഉണ്ടെന്നുള്ള രീതിയിൽ അവിടേക്ക് വിളിക്കാൻ തുടങ്ങുവാണ്. വീഡിയോഗ്രാഫർ ആയ ദിൽജിത്തിനെ വെച്ചിട്ട് ബേല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ആർട്ട് ഷൂട്ടുകൾ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ അവളെ വിളിക്കുമ്പോൾ അവളാണെങ്കിൽ സംശയിക്കുകയില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം ആ രീതിക്ക് ഡീൽ ചെയ്ത് ബേലേനെയും അവളുടെ ഡാൻസ് അക്കാദമിയിലെ പിള്ളേരെല്ലാം കൂട്ടി അവരങ്ങനെ ആ ഗ്രാമത്തിലേക്ക് യാത്രയാവുകയാണ്. നായകന്റെ ഒരു ഫ്രണ്ടാണെന്ന് പരിചയപ്പെടുത്തി എൽവിസിനെയും കൂടെ കൂട്ടുന്നു. കാരണം അയാളാണല്ലോ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും മെയിൻ. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് എത്തി അവരാണെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട് ആ ആർട്ട് ഷൂട്ട് എല്ലാം ഭംഗിയായി പൂർത്തിയാക്കുവാണ്. അതിനുശേഷം നമ്മുടെ നായകനും ബേലയും അവിടുത്തെ ബീച്ചിൽ ഇരുന്ന് സംസാരിക്കുന്നു. ഊബ എന്ന് പറയുന്ന ബേലേന്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ലണ്ടനിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുവാണ്. സോ അവനെ കല്യാണം കഴിച്ചാൽ അവന്റെ കൂടെ അവൾക്കും അവിടേക്ക് പോകേണ്ടി വരും. എന്നാൽ അവൾക്കാണെങ്കിൽ നാട് വിട്ടു പോകാനാണെങ്കിൽ താല്പര്യമില്ല. സോ ഈ ഒരു കാരണം കൊണ്ട് അവനുമായിട്ടുള്ള റിലേഷൻ ഒഴിവാക്കിയാലോ എന്ന് വരെ അവൾ ആലോചിക്കുമായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം അവിടെ നായകനോട് പറയുന്ന സമയം നായകന്റെ മനസ്സിൽ ലഡ് കൂട്ടുന്നു. പാവം നമ്മുടെ നായകന്റെ മനസ്സിൽ ഒരു ഹോപ്പ് ഉണ്ടായി വരുവാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം സെറ്റ് ആയല്ലോ എന്നുള്ള രീതിയിൽ നായകൻ അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന ആ സമയം തന്നെ ഊബ എന്ന് പറയുന്ന വ്യക്തി അവിടേക്ക് വന്ന് നായകനോട് പറയുവാണ്, എനിക്ക് വലുത് നിന്റെ ആഗ്രഹങ്ങളാണ്, നിന്റെ ഇഷ്ടങ്ങളാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ലണ്ടനിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചുവെന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് നായിക ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ അവനെ കെട്ടിപ്പിടിക്കുന്നു. റിലേഷൻ ബ്രേക്ക് ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരുന്ന പെണ്ണല്ലേ അവള്. ഇപ്പൊ കൂബ വന്ന് ഇങ്ങനെയെല്ലാം സംസാരിച്ചപ്പോൾ അവൾ അവളുടെ ആ തീരുമാനം തന്നെ മാറ്റി. അങ്ങനെ ആ റൊമാന്റിക് ഫീൽഡിൽ കൂബയാണെങ്കിൽ നായികനെ കൂട്ടിക്കൊണ്ട് ആ രാക്ഷസന്റെ ആ സ്ഥലത്തേക്ക് നടക്കുന്നു. അവിടെ എത്തിയ ആ റൊമാന്റിക് ഫീൽഡിൽ അവളെ അവൻ കിസ് ചെയ്യാൻ തുടങ്ങുവാണ്. ഇതേ സമയം തന്നെ രാക്ഷസൻ അവിടേക്ക് വന്ന് ഈ കാഴ്ച കാണുന്നു. അങ്ങനെ ആ ദേഷ്യത്തിന്റെ പുറത്ത് രാക്ഷസനാണെങ്കിൽ അവനെ അവിടുന്ന് കടിച്ചെടുത്തോണ്ട് പോവുകയാണ്. എന്തോ ഒരു രൂപം വന്ന് അവനിങ്ങനെ വലിച്ചോണ്ട് പോകുന്ന സമയം അത് കാട്ടിലെ ചെന്നായി ആയിരിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്തായാലും രാക്ഷസൻ ആക്രമിക്കുന്നുണ്ട്. കൂബയ്ക്ക് ഒരുപാട് പരിക്കുകൾ പറ്റുന്നു. അടുത്ത സീനിൽ അങ്ങനെ ഒരുപാട് പരിക്ക് പറ്റിയ കൂബേനെ അവരെല്ലാരും കൂടി ആശുപത്രിയിലാക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ അവനെ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറയുന്നുണ്ട് എന്തോ ഒരു മൃഗം ആക്രമിച്ചുകൊണ്ട് തന്നെ അവന്റെ സെക്ഷൽ ഓർഗൻസിനെല്ലാം ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന്. ഇനി അവന് പഴയ പോലെ ജീവിക്കാൻ കഴിയില്ല എന്ന്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ബേല ഒരുപാട് സങ്കടപ്പെടുന്നു. അതിനുശേഷം നായകനെ വിളിച്ച് നായകനോട് പറയുവാണ് ആ രാക്ഷസൻ നാളെ തന്നെ എന്റെയും ബേലേന്റെയും കല്യാണം നടത്തണമെന്ന്. ഇതേ സമയം തന്നെ രുക്കു ആണെങ്കിൽ അവരെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നുണ്ട്. രുക്കു നായകന്റെ അതേ രക്തബന്ധത്തിലുള്ള ആളാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്കും മൗഞ്ചിയെ കാണാൻ കഴിയുന്നു. അങ്ങനെ അതിന്റെ രൂപം കണ്ട് അവളും ആകെ പേടിക്കുന്നുണ്ട്. അതിലവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം രുക്കുവിനെ ഇപ്പൊ അവരെ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം രുക്കു അവരുടെ കൂടെ നിൽക്കുന്നു. അടുത്ത ദിവസം കാണിക്കുന്നത് നായകൻ ചാരായം കൊടുത്ത് ബേലേനെ മയക്കി ആ സ്ഥലത്തേക്ക് എത്തിക്കുന്നതായിട്ടാണ്.
വീട്ടിലാണ്. ഇതേസമയം ലുക്കും ദിൽജിത്തും കൂടി തൊട്ട അയൽവക്കത്തെ വീട്ടിലെ ഒരു കറുത്ത ആടിനെ മോഷ്ടിക്കുന്നു. ശേഷം എൽവിസിനെ വിളിച്ച് ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റാണ്, നിങ്ങൾ എത്രയും വേഗം എത്താനും പറയുന്നു. അങ്ങനെ എൽവിസും അവിടേക്ക് എത്തുവാണ്. അങ്ങനെ ടൈം ആവുന്നു. ഈ സമയം നായകന്റെ രക്തം കൊണ്ട് ആ ആടിനെ നെറ്റിയിലോ അന്ന് എൽവിസ് പറഞ്ഞു കൊടുത്ത പോലെ ആ സെഡിന്റെ ആ സിമ്പിൾ വരയ്ക്കുവാണ്. കരയെ കുടിച്ച് പൂസായിട്ടുള്ള നമ്മുടെ നായികയാണെങ്കിൽ നല്ല ജിൽ ജിൽ എന്ന് പറഞ്ഞു നിൽക്കുന്നു. എൽവിസ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു ആ സെഡ് എന്ന് പറയുന്ന സിമ്പിള് ആ ആടിന്റെ നെറ്റിയിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന്. മറ്റാരുടെയെങ്കിലും നെറ്റിയിൽ ആ സിമ്പിൾ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാവുന്നു. എന്തായാലും ഇപ്പൊ ആടിന്റെ നെറ്റിയിൽ ആ സിമ്പിൾ വരച്ച ഉടനെ തന്നെ ആ മരത്തിലുണ്ടായിരുന്ന രാക്ഷസൻ ആടിന്റെ ശരീരത്തിലേക്ക് കയറുവാണ്. ആടിന്റെ ശരീരത്തിലേക്ക് ആ രാക്ഷസൻ കയറിയതും ആ ആടിനെ കൊന്നു കളയാൻ വേണ്ടിയായിരുന്നു ഇവരുടെ പ്ലാൻ. അങ്ങനെ അവരതിന് ശ്രമിക്കുന്ന ആ സമയം തന്നെ മദ്യച്ച് ലെക്ക് കിട്ടി നിൽക്കുന്ന ബേലയാണെങ്കിൽ അതേപോലെ ഒരു സിമ്പിൾ അവളുടെ നെറ്റിയിലും വരയ്ക്കുന്നു. നായകനും ഫ്രണ്ടും ലുക്കും എല്ലാം ആ ആടിനെ കൊല്ലാനുള്ള തിരക്കില് ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ എൽവിസ് പറഞ്ഞ പോലെ മറ്റൊരാളുടെ നെറ്റിയിലും ഈ സിമ്പിൾ വന്നുകൊണ്ട് നായകന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ രാക്ഷസനാണെങ്കിൽ ആ ആടിന്റെ ശരീരത്തിൽ നിന്ന് നേരെ നായികന്റെ ശരീരത്തിലേക്ക് കയറുന്നു. ഇതേസമയം ബേലന്റെ ആത്മാവ് ആ ആടിന്റെ ശരീരത്തിലേക്ക് മാറുവാണ്. അതായത് രണ്ട് ആത്മാക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയി. അതിനുശേഷം ആ രാക്ഷസൻ ബേലന്റെ രൂപത്തിൽ അവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഈ സമയം നമ്മുടെ നായകനും കൂട്ടരും എങ്ങനെ എവിടുന്ന് ഓടി രക്ഷപ്പെടുവാണ്. അതിനിടയ്ക്ക് അവരാണെങ്കിൽ ഈ കാര്യം എൽവിസിനെ അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് എൽവിസ് പറയാണ് ഒരു കാരണവശാലും ആ ആട് നഷ്ടപ്പെടാൻ പാടില്ല. കാരണം ഇപ്പൊ ആ ആടിന്റെ ശരീരത്തിലാണ് നായകന്റെ ആത്മാവ് ഉള്ളത്. സോ നായകനെ തിരിച്ചു കിട്ടണമെങ്കിൽ ആ ആട് കൂടിയേ തീരൂ. അങ്ങനെ ഇപ്പൊ ഈ കാര്യം മനസ്സിലാക്കി അവര് ആ ആടിനെ കണ്ടെത്തി ആടിനെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവരവിടെ അടുത്തുള്ള ഒരു വീട്ടിലെ ആടിനെ മോഷിച്ചുകൊണ്ടല്ലായിരുന്നു വന്നത്. അതിന്റെ ഉടമസ്ഥൻ വന്ന് ആ ആടിനെ പിടിച്ചു വാങ്ങിക്കൊണ്ടു പോകുന്നു. എന്നാൽ ആ ഉടമസ്ഥന്റെ അടുത്ത് ആട് സേഫ് ആയിട്ടുണ്ടല്ലോ ഇങ്ങനെ വിചാരിച്ച നായകനും ഫ്രണ്ട്സും അവന്റെ വീട്ടിലേക്ക് എത്തുവാണ്. ഈ സമയം നായികന്റെ രൂപത്തില് ആ രാക്ഷസനും അവിടേക്ക് എത്തുന്നു. അങ്ങനെ അവരെ ആക്രമിക്കാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ അവിടേക്ക് എൽവിസ് എത്തി അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കുവാണ്. അങ്ങനെയുള്ള നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആ രാക്ഷസനെ ഒരു വളയത്തിൽ തളയ്ക്കുന്നു. ഇനി ഇവർക്ക് എത്രയും വേഗം ആ ആടിനെ പോയി എടുത്തുകൊണ്ട് വന്ന് ആത്മാക്കളെ തമ്മിൽ എക്സ്ചേഞ്ച് ആക്കണം. അങ്ങനെ ഇപ്പൊ വളയത്തിൽ തളച്ചിരിക്കുന്ന ഈ രാക്ഷസന് കാവലായിട്ട് ദിൽജിത്തിനെ ലുക്കുവിനെ അവിടെ നിർത്തി എൽവിസും നായകനും അവന്റെ അമ്മയും കൂടി നേരെ അങ്ങനെ ആടിന്റെ മുതലാളിന്റെ അടുത്തേക്ക് എത്തുവാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ നായകൻ അമ്മേനോട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതേസമയം ആ മാന്ത്രിക വലത്തിൽ കുടുങ്ങിയ രാക്ഷസനെ കാണിക്കുവാണ്. അതിന് കാവലായി ലുക്കും ദിൽജിത്തും അല്ലേ ഉള്ളത്. ഈ സമയത്ത് ദിൽജിത്ത് ആണെങ്കിൽ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ അവസരം മുതലാക്കി ലുക്കുവിനെ പറ്റിച്ച് നായകന്റെ രൂപത്തിലുള്ള രാക്ഷസം പുറത്ത് കിടക്കുന്നു. എന്നിട്ട് അവൻ നായകന്റെ അടുത്തേക്ക് എത്തി നായകനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നായകൻ അതിൽ ഒരുപാട് പരിക്കുകളെല്ലാം പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് നായകൻ വിചാരിച്ചു പോവുകയാണ് തനിക്ക് താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ എന്ന്. അങ്ങനെ നായകനാകെ തളർന്നു വീഴുന്ന സമയം അവന്റെ മനസ്സിലേക്ക് അവന്റെ മുത്തശ്ശി വരുന്നു. ഈ സമയം മരിച്ചുപോയ മുത്തശ്ശി അവനെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ അവനെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ അവൻ അന്ന് ആ മുത്തശ്ശി ഉപയോഗിച്ച് ആ വടി എടുത്തുകൊണ്ട് നേരെ ചേറ്റുകവാടിയിലേക്ക് എത്തുവാണ്. എന്നിട്ട് ആ രാക്ഷസനെ ആ വടി വെച്ച് ഒരുപാട് തല്ലി അവിടെയുള്ള ആ മരത്തിൽ ആ സെഡിന്റെ സിമ്പിൾ ഉണ്ടാക്കി ആ രാക്ഷസനെ ആ മരത്തിലേക്ക് കയറ്റുന്നു. അങ്ങനെ നായകനെ സേവ് ചെയ്തു. അങ്ങനെ ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായെങ്കിലും ആ മരത്തിലേക്ക് കയറി രാക്ഷസൻ വെറുതെ ഇരിക്കുന്നില്ല. ആ മരത്തിന്റെ ശിഖരങ്ങൾ ഉപയോഗിച്ച് ഇവരെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് നായകൻ എൽവിസ് പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നു. ഈ രാക്ഷസന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിന് ഒരു പോംവഴി ആ രാക്ഷസനെ ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഇപ്പൊ അതിനുവേണ്ടി നമ്മുടെ നായകൻ കുറച്ച് പെട്രോൾ എടുത്ത് ആ മരത്തിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് ആ മരത്തിന് തീ കൊളുത്തുവാണ്. അങ്ങനെ ആ മരം മുഴുവൻ കത്തിപ്പോകുന്നതോടെ ആ രാക്ഷസനും ഇല്ലാതാവുന്നു. അങ്ങനെ നായകനും നായികയും ആ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി അവിടുന്ന് ഒരു കുറച്ച് ദിവസത്തിന് ശേഷം കാണിക്കുന്നു. ഇപ്പൊ നായകനും നായികയും അവരുടെ കുടുംബമല്ല ആ ഗ്രാമം വിട്ട് അവരുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ അവരുടെ ജീവിതം വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ സൂംബ ഡാൻസ് കൂടുതലായിട്ടും പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് ന്യൂസിലാൻഡിലേക്ക് പോകാൻ തുടങ്ങുവാണ്. ഇനിയും മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ നായകനാണെങ്കിൽ ഈ സമയം അവളോട് അത് തുറന്നു പറയുന്നു. ഇത് കേട്ട് നായിക പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള കാര്യം എനിക്ക് പറയത്തില്ല. ഞാൻ എന്തായാലും ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കി തിരിച്ചു വരും, എന്നിട്ട് നമുക്ക് അതിലൊരു തീരുമാനം എടുക്കാം. ഇത് കേട്ട നായകൻ ശരിയായിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ നായകൻ ന്യൂസിലാൻഡിലേക്ക് പോകുന്നു. നായകൻ അവിടെ തന്നെ അവന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകന്റെ മൈൻഡിലേക്ക് പണ്ടത്തെ പോലുള്ള ആ ചിന്തകൾ വീണ്ടും വരാൻ തുടങ്ങുന്നു. ഈ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോ തന്നെ ആ രാക്ഷസൻ മരിച്ചിട്ടില്ല, അയാൾ ഇനിയും വരും എന്നുള്ള കാര്യം നായകൻ മനസ്സിലാക്കിയെടുക്കുന്നു. അങ്ങനെ രാക്ഷസൻ ഇനി വന്നാ അവനെ നേരിടാൻ താൻ തയ്യാറാണെന്നുള്ള രീതിയിൽ നായകൻ അവന്റെ ആ വടി എടുക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എൻഡ് ചെയ്യുന്നു. അപ്പൊ കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? അത്യാവശ്യം നല്ലൊരു ത്രില്ലർ മൂവിയായിരുന്നു ഇത്. എനിക്കെന്തായാലും ഈ മൂവി വളരെ ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.